പ്രതികൂലത്തിന് നടുവിലൂടെ ദൈവവേദിയിലെ നീ യാത്ര ചെയ്താലും ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ സുരക്ഷിത സ്ഥാനത്ത് നീ എത്തിച്ചേരും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കും ചിലപ്പോൾ നടക്കുന്നത്. മറ്റുള്ളവർ ചില ദൈവാലോചനകൾ അനുസരിക്കാതിരിക്കുന്ന നിമിത്തമായിരിക്കാം നീയും അതിൻ്റെ കെടുതി അനുഭവിക്കുന്നത്. പക്ഷേ ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. നമ്മളിത് ചിന്തിക്കാൻ പോകുന്നത് മെലീത്തയുടെ മണ്ണിൽ എത്തിക്കുന്നതിനെ കുറിച്ചാണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അപ്പോസ്തലപ്രവൃത്തി 28:1. ആമേൻ. നോക്കിയേ, പൗലോസ് എന്ത് പറഞ്ഞു? കപ്പൽ തകരും. എവിടെയാ അത് പറയുന്നത്? ഹല്ലേലൂയ, ആമേൻ. 41 വാക്യം. ഇരു കടൽ കൂടിയൊരു സ്ഥലത്തിമേ ചെന്ന് കയറുകയാൽ കപ്പൽ അടിഞ്ഞ് അണിയമുറച്ച് ഇളക്കമില്ലാതായി. അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞുപോയി. തടവുകാരിൽ ആരും നീന്തിപ്പോകാതിരിപ്പാൻ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു. ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാനിച്ചിട്ട് ഇവിടെ താല്പര്യം തടുത്തു. നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയിൽ പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിൻ്റെ ഖണ്ഡങ്ങളുടെ മേലുമായി എത്തുവാനും ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. 27 അവസാന വാക്യങ്ങളാണ്. 28:1 വീണ്ടും വായിക്കുന്നു. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. ആമേ. പൗലോസ് എന്തുവാ പറഞ്ഞേ? കപ്പൽ തകരും. കപ്പൽ തകർന്നാൽ എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുന്നത്? ഹല്ലേലൂയ, ആമേൻ. അലയുക ചില നാളുകളായിട്ട് അലയുക. പക്ഷേ അലഞ്ഞ് എവിടെ എത്തിയെന്നറിയാമോ? ഏകദേശം മെലീത്തയോട് അടുത്ത്. കേട്ടോ, യഥാർത്ഥത്തിൽ ഇതൊക്കെ വരേണ്ടതാണോ? അല്ല. ഹല്ലേലൂയ, ഇതൊന്നും വരേണ്ടതല്ല. ഒരു ദൈവാലോചനയെ നിസ്സാരമായി തള്ളിക്കളഞ്ഞതിൻ്റെ പ്രയാസമാകട്ടോ. ഇതൊന്നും വരേണ്ടതല്ല. നോക്കിയേ, അടുത്തെന്തോ സംഭവിക്കുന്നേ? എല്ലാവരും ഏകദേശം കരയോട് അടുത്തെന്ന് മനസ്സിലായപ്പോൾ ഈ തടവുകാരെല്ലാം ചാടിപ്പോകുമെന്ന് ആര് മനസ്സിലാക്കുക? പടയാളികൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇവരെല്ലാം കപ്പലിനകത്ത് വെച്ച് കൊല്ലാമെന്ന് അവർ പ്ലാൻ ചെയ്തു. അപ്പോൾ ആരും കൊല്ലപ്പെടും? പൗലോസൂടെ കൊല്ലപ്പെടും. ദൂത് നിറവേറുമോ? ഇല്ല. റോമയിലെത്തുവോ? ഇല്ല. ദൈവം ഇല്ലയോ പറഞ്ഞത്, നിനക്കിത് ഞാൻ ഇതിന് വാക്തത്വമായി നീ അവരുടെ റോമി സാക്ഷിക്കുമെന്ന്? നടക്കുവോ? എതിരാളികളെല്ലാം തലകുത്തി നിന്ന് ചിരിക്കാൻ ഇടയാകത്തില്ലയോ? നിന്റെ ദൈവം എന്തിയേ? ദൂത് പറയുന്ന നിന്റെ ദൈവം എന്തിയെ? വാക്തത്വം നിറവേറ്റുന്ന നിന്റെ ദൈവം എന്തിയെന്നൊക്കെ പറയത്തില്ല? അങ്ങനെ എല്ലാം പറയില്ലേ? പക്ഷെ സ്വർഗം അനുവദിക്കത്തില്ല. അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ശതാധിപനോ ഒരുത്തനെ കൊല്ലരുത്. ഉണ്ടോ? ദൈവത്തിനറിയാം എവിടെ തൊടണമെന്ന്. മെലീത്തയുടെ മണ്ണിൽ. റോമയിലായില്ല. ഇതിൻ്റെ ഇടയിൽ എത്ര അപകടങ്ങൾ, എത്ര മരണകരമായ അനുഭവങ്ങൾ 19 അധ്യായം തൊട്ട് പൗലോസ് ഫേസ് ചെയ്തെന്നറിയാവോ? വാക്തത്വം നിന്റെ മേലുണ്ട് കുഞ്ഞെ. നീ ചിലത് ആരും ഫേസ് ചെയ്യാത്ത ചിലത് ഫേസ് ചെയ്യും കേട്ടോ. വാക്തത്വം നിന്റെ മേലുണ്ട് ആരും കടന്നു പോകാത്ത ചില മരണമുഖങ്ങളിലൂടെ നീ കടന്നു പോകും. ഇതെല്ലാം പിന്നത്തെ നിനക്ക് സാക്ഷ്യമായിട്ട് മാറും. അടുത്ത ഇനി സംഭവിക്കാൻ പോകുന്ന ദേശത്തിലെ ശക്തിയുടെ ഒരു ദുർവ്യാപാരം, അതിനെ നമ്മൾ കാണാൻ പോകുന്ന നാളെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഇടപെട്ട ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഈ ദൈവശബ്ദം ഞങ്ങൾക്കൊരു ഭയങ്കര ബലമായിട്ട് മാറട്ടെ. മുമ്പോട്ട് കുതിക്കാനുള്ളൊരു ഭയങ്കര ഊർജമായിട്ട് മാറട്ടെ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഇത് ജീവനായിട്ട് പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.